ഓക്കെ, ഒരു ക്വസ്റ്റ്യൻ എഴുതാണ്. ഫൈൻഡ് ദ ഇമേജ് ഓഫ് mod z minus 1 equal to 1 under the transformation w equal to 1 by z. ശ്രദ്ധിക്കുക, നമ്മളൊരു വീഡിയോ നമ്മളൊരു പ്രോബ്ലം ചെയ്തു. ഫൈൻഡ് ദ ഇമേജ് ഓഫ് mod z minus I equal to 2 under the transformation w equal to 1 by z ചെയ്തു. അത് ചെയ്തത് എന്തോ ഇതിൽ റെക്കോർഡ് ആയില്ല, അതുകൊണ്ടാണ് ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. ആണോ? ഓക്കെ ആണ്. അപ്പോൾ ക്ലിയർ ആയി? ആണോ? അപ്പോൾ ഫോൺ നോക്കിയിട്ട് ഓക്കെ. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത്, അതായത് z-2y = 2 എന്ന് പറഞ്ഞൊരു ക്വസ്റ്റ്യൻ ചെയ്തു. അത് നമ്മൾ റെക്കോർഡ് ആയില്ല. അപ്പോൾ വീഡിയോ കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ അതൊന്ന് ചെയ്തു നോക്കണേ. ആ സെയിം പ്രൊസീജിയറാണ് ഇപ്പോൾ ചെയ്യാൻ പോകുന്നത്. അതിൻ്റെ ആൻസർ 1+ എത്ര നമുക്ക് കിട്ടി നേരത്തെ എന്ന് പറഞ്ഞ് 1 + 4v അല്ലേ? 1 + 4v = 0 എന്ന് കിട്ടിയില്ലേ? 1 + 4v = 0 എന്നാണ് അതിൻ്റെ ആൻസർ കിട്ടിയത്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കണേ. ഇപ്പോൾ ഈ ഒരു മോഡൽ നമുക്ക് ചെയ്യാം. ചെയ്യേണ്ട പ്രൊസീജിയർ ഇതാണ്. പുട്ട് w = 1 by z ആണ്. അപ്പോൾ z = 1 by w എന്ന് കൊടുക്കും. പുട്ടല്ല, ഗിവൺ ആണ്. ഗിവൺ w = 1 by z ആണ്. z = 1 by w അതിൽ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ഇക്വേഷന് mod z - 1 = 1 ആണ്. അതിൽ z കാണുന്നിടത്ത് 1 by w ഇട്ട് കൊടുക്കുക. 1 by w - 1 = 1. മറ്റു പ്രോബ്ലത്തിലാണെങ്കിൽ 1 by w - 2y = 2 എന്ന് കൊടുക്കും. എന്നിട്ട് w കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, mod 1 - w × 1 by w. അവിടെയാണെങ്കിൽ w × 2y എന്ന് വരും കേട്ടോ, = 1. ഈ w അങ്ങോട്ട് കൊണ്ടുപോവാം. mod 1 - w = ഇതങ്ങോട്ട് പോകുമ്പോൾ w × 1 mod w എന്ന് വരും. ഓക്കെ ആണോ? ഇതുവരെ ഓക്കെ ആണോ? ഇതിൽ എന്ത് കാണുന്ന അറിയോ? ഇതിൽ നമ്മൾ വീണ്ടും നിർത്തിയത് നമുക്ക് കിട്ടിയത് mod 1 - w = mod w എന്നാണ് കൊടുത്തത്. ആ സമയത്ത് പുട്ട് w = u + iv എന്ന് കൊടുത്താൽ മതി. ഇനി നമ്മൾ എന്ത് ചെയ്യുന്നു? w കാണുന്ന സ്ഥലത്ത് u + iv എന്നിട്ട് കൊടുക്കുകയാണ്. mod 1 - u + iv = mod u + iv എന്നാണ്. ഓക്കെ ആണോ? നമ്മളെന്താ ചെയ്ത് w കാണുന്ന സ്ഥലത്ത് ഇനി u + iv എന്നിട്ട് കൊടുക്കാം. അപ്പോൾ എന്താ വരിക? mod 1 - u - iv = mod u + iv എന്ന് കിട്ടി. ഇതിന് ഓൾറെഡി ഇതാണ് ഇപ്പോൾ റിയൽ പാർട്ട്. മറ്റതിൽ i കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ റിയൽ പാർട്ട് മാറുന്നുണ്ട് കേട്ടോ. ഇനി മോഡുലസ് എന്ന് പറഞ്ഞാൽ എന്താ? മോഡുലസ് എന്ന് പറഞ്ഞാൽ √റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? √1 - u the whole square, ഇതാണ് റിയൽ പാർട്ട്, പ്ലസ് ഇമാജിനറി പാർട്ട് എന്താ? -v the whole square = അവിടെ √u² + v². രണ്ട് സൈഡിലെ റൂട്ട് കളയുന്നു, അതിനുവേണ്ടി സ്ക്വയർ ചെയ്യുന്നു. അപ്പോൾ എന്ത് വരും? 1 - u whole square + v² = u² + v². ഇതിൽ നിന്ന് എക്സ്പാൻഡ് ചെയ്താണ് a - b whole square വെച്ച് എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ a² - 2ab + b² എന്ന് പറഞ്ഞാൽ u² + v² = u² + v². u² വെട്ടിപ്പോയി. അവസാനം 1 - 2u = 0. ദിസ് ഈസ് ദി ഇമേജ് ഓഫ് ദി ട്രാൻസ്ഫോർമേഷൻ. കേട്ടോ? അവിടെയാണെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞത് 1 + 4v ആണ് കിട്ടുന്നത്. അത് ചെക്ക് ചെയ്ത് നോക്കാം. വേണമെങ്കിൽ ഇതിനെ 1 = 2u എന്ന് എഴുതിയിട്ട് 1/2 u = u എന്നും കൂടി ചിലതിലൊക്കെ എഴുതി കാണുന്നുണ്ട്. u = 1/2 എന്ന് പറയാം. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്, അതുകൊണ്ട് എടുത്തതാണ്. ഇതേ മോഡൽ വെച്ചിട്ടൊരു വലിയ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമോ ട്രൈ ചെയ്ത് നോക്കാം. ഞാൻ ഇതുവരെ ചെയ്ത് നോക്കിയിട്ടില്ല. ഞാനിതുവരെ ഇതിൻ്റെ ആൻസർ ചെയ്ത് നോക്കിയിട്ടില്ലേ. ചുമ്മാ ഒന്ന് ചെയ്ത് നോക്കാം, കിട്ടിയാലോ ഈ ഒരു മോഡൽ വെച്ചിട്ട്. ഓക്കെ, എക്സാം ചോദിച്ചിട്ടുണ്ട്. ഇതുവരെ കഴിഞ്ഞോ? ഓക്കെ, അപ്പോൾ നമ്മൾ എഴുതാം. ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദി റീജിയൻ. mod z - 1/3 less than or equal to 1/3
അണ്ടർ ദി ട്രാൻസ്ഫോർമേഷൻ W = 1/z. ആ 3യുടെ സ്ഥാനത്ത് 2 ആയിട്ടും ചോദിച്ചിട്ടുണ്ട് എക്സാമിനെ. 3 കാണുന്ന സ്ഥലത്ത് 2 ആയിട്ടും. അപ്പോൾ ഇതിൻ്റെ രീതിയിൽ എങ്ങനെ ചെയ്യുമെന്ന് എനിക്കറിയില്ല, ഞാൻ ഇതുവരെ ചെയ്തിട്ടൊന്നുമില്ല. തൽക്കാലം ഞാൻ നേരത്തെ പറഞ്ഞൊരു ഐഡിയ ഇല്ലേ, ആ ഒരു ഐഡിയ വെച്ചിട്ട് നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യണത്, അറിയില്ല, നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എന്താ നമ്മൾ ചെയ്യേണ്ടത്? W = 1/z തന്നിട്ടുണ്ട്. അപ്പോൾ Z = 1/W കൊടുത്തു. നമുക്കൊന്ന് ട്രൈ ചെയ്യണേ, കിട്ടിയാലോ നോക്കിയിട്ട്. എങ്ങാനും ബിരിയാണി കിട്ടിയാലോ അല്ലേ. അപ്പോൾ നമ്മൾ കൊടുക്കുകയാണ് മോഡ് 1/W - 1/3 ≤ 1/3. ഓക്കെ, LC ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ മോഡ് 3 - W / 3W ≤ 1/3. നമ്മൾ നമ്മുടെ പ്രോബ്ലത്തിൽ ഈക്വൽ ടു ചെയ്തില്ലേ, ആ ഈക്വൽ ടു ചെയ്തതിന് പകരം ഇവിടെ ലെസ് വന്നു എന്നുള്ളൂ കേട്ടോ. അല്ലാണ്ട് പേടിക്കൊന്നും വേണ്ട. നമ്മളിവിടെ ഈക്വൽ ടു ചെയ്യുന്നു, ഇതിന് പകരം ഇവിടെ ലെസ് കൊടുക്കുന്നു. ഓക്കെ, വേറെ ഒന്നും മാറ്റമില്ലേ, ഈക്വൽറ്റിന് പകരം ലെസ് കൊടുക്കുന്നു. ക്ലിയർ? ദെൻ നേരത്തെ പോലെ 3-നാണ് കൊണ്ടുപോകാം, 3W കൊണ്ടുപോകണേ. അപ്പോൾ മോഡ് 3 - W ≤ 1/3 × 3 mod W. അതായത് മോഡ് 3W എന്തായാലും കുഴപ്പമില്ല, മോഡിനുള്ളിൽ 3W വന്നാലും കുഴപ്പമൊന്നുമില്ല. ആ 3 ചെറുതായിട്ട് കട്ടി, ആ കുഴപ്പമില്ല, നമ്മൾ വിചാരിച്ച പോലെ കിട്ടുന്നുണ്ട്. മോഡ് എന്ത് ചെയ്തു? 3 - W ≤ mod W. ഈക്വൽ ടു മാറി ലെസ് മാറി, അത്രയുള്ള വ്യത്യാസം കേട്ടോ. വേറെ പഠിക്കാനൊന്നുമില്ല. ഈക്വൽ ടു നമ്മൾ എഴുതാനതിന് പകരം ലെസ് എഴുതിപ്പോ. ഇനി നമ്മൾ പഴയ പോലെ ചെയ്യാം. എന്ത് ചെയ്യാം? പുട്ട് W = U + IV. W = എന്ത് കൊടുക്കുന്നു? U + IV കൊടുക്കുകയാണ്. മോഡ് 3 - U + IV ≤ മോഡ് U + IV. ഓക്കെ ആണല്ലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, ഇതുവരെ പ്രശ്നമൊന്നുമില്ലല്ലോ, വലിയ പ്രശ്നങ്ങളൊന്നും വന്നില്ലല്ലോ. ഈക്വൽ ടു അല്ല, ലെസ് ആണ്. ഈക്വൽ ടു ചെയ്യുന്ന എല്ലാ സാധനങ്ങളും ലെസ് ചെയ്യാം, ഒരു കുഴപ്പമില്ല. ഇതിനൊന്ന് എക്സ്പാൻഡ് ചെയ്യണേ. ഇപ്പൊ എന്ത് വരുന്നു? മോഡ് 3 - U - IV ≤ മോഡ് U + IV. അപ്പൊ നേരത്തെ നമ്മൾ ചെയ്ത പോലെ നമുക്ക് മോഡുലസ് കാണാം. എന്താണ് മോഡുലസ്? റൂട്ട് ഓഫ് റിയൽ പാർട്ടിന്റെ സ്ക്വയർ പ്ലസ് ഇമാജിനറി പാർട്ടിന്റെ സ്ക്വയർ. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? റൂട്ട് ഓഫ് 3 - U ^ (2) പ്ലസ് -v. I പറയേണ്ട ആവശ്യമില്ല, -v ^ (2). ഐയുടെ കോഎഫിഷ്യന്റ് എഴുതിയാൽ മതി. ≤ റൂട്ട് U² + v². രണ്ട് സൈഡിലും നമ്മൾ എന്ത് ചെയ്യുന്നു? സ്ക്വയർ ചെയ്യുന്നു. രണ്ട് സൈഡിലും സ്ക്വയർ ചെയ്യുന്നു. സ്ക്വയറിങ് മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മാത്രം ലെസ് മാറി ഗ്രേറ്റർ ഇൻഇക്വാളിറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ആവും. മൈനസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയോ ഡിവൈഡ് ചെയ്യുകയോ ചെയ്യുമ്പോൾ മാത്രം അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അത് മാത്രമേ വ്യത്യാസമുള്ളൂ, ഈക്വൽ ടു ഇൻഇക്വാലിറ്റി തമ്മിൽ കേട്ടോ. അപ്പോൾ രണ്ട് സൈഡ് സ്ക്വയർ ചെയ്യാണ്. അപ്പോൾ എന്ത് ചെയ്തു? 3 - C ^ (2) പ്ലസ് -v ^ (2) ഈക്വൽ ടു അല്ല, ലെസ് U² + v². ഓക്കെ, ഇതിനെ a - b (2) വെച്ച് എക്സ്പാൻഡ് ചെയ്യാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 9 അല്ലേ, 3യുടെ സ്ക്വയർ 9 അല്ലേ, -2ab 2 × 3 × 3 2 × 3 × u. അപ്പോൾ 6u + U² + v² ≤ U² + v². അതിന് രണ്ടിനെ ഈ സൈഡിലേക്ക് കൊണ്ടുവരികയാണ്. അല്ലെങ്കിൽ വെട്ടിക്കളഞ്ഞെന്ന് പറഞ്ഞാലും മതി, എങ്ങനെയാലും കുഴപ്പമില്ല. ഇതിന് രണ്ട് സൈഡിലും വെട്ടിക്കളയുന്നു. വെട്ടിക്കളയുന്ന ഉദ്ദേശിച്ചത് ഞാൻ സ്റ്റെപ്പ് എഴുതാം. -6u + U² + v² - U² - v² ≤ 0. അതാണ് വെട്ടിക്കളയെന്ന് ഉദ്ദേശിച്ചേട്ടാ. അപ്പോൾ എന്താ വരിക? 9 - 6u ≤ 0. ഓക്കെ ആണോ? നേരത്തെ നമ്മൾ ഈക്വൽ ടു എഴുതിയതിന് പകരം ഇവിടെ എന്ത് വന്നു? ലെസ് വന്നു എന്നുള്ളൂ കേട്ടോ, വേറെ പ്രത്യേകതയൊന്നുമില്ല. ഓക്കെ, അപ്പോൾ 6 അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ 9 ≤ 6u എന്നായി. ഓക്കെ, -6u അപ്പുറത്തേക്ക് പോകുമ്പോൾ 9 ≤ 6u. ആ 6നെ ഡിവൈഡ് ചെയ്യാം. ഇതുവരെ എഴുതിയാലും മതി, എന്നാലും ഞാൻ പറയാണ്, റീജിയൻ എങ്ങനെയെന്ന് പറയാണ്. 6നെ ഡിവൈഡ് ചെയ്യാണ്. അപ്പോൾ 9/6 ≤ u. വെട്ടിക്കളയുമ്പോൾ 9/6 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3/2 അല്ലേ, 3/2 ≤ u. തിരിച്ചു പറയുമ്പോഴോ u ≥ 3/2. യുവിന്റെ വാല്യൂ > അല്ലെങ്കിൽ > ഓപ്പോസിറ്റ് എന്താ വരിക? ഗ്രേറ്റർ ദാൻ.
തിരിച്ച് ഈക്വൽ ടു ഇട്ടാലും വലിയ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പം ഇതാണ് ഇമേജ്. രക്ഷപ്പെട്ടല്ലോ. അപ്പോൾ രക്ഷപ്പെട്ടല്ലോ. നമ്മൾ ആ പ്രോബ്ലം ഈ മോഡലിന് ചെയ്യാം കേട്ടോ. സോ ദിസ് ഈസ് ദ ഇമേജ് ഓഫ് ദി റീജിയൻ. അതിൻ്റെ ഇമേജ് ഇതാണ്. ആ ഇമേജിനെ നമുക്കൊന്ന് വരച്ചു നോക്കാം. ഓക്കെ, ആ ഇമേജിനൊന്ന് വരച്ചു നോക്കാം. ഇത് യു, ഇത് വി. യുവിൻ്റെ വാല്യൂ 3/2 എന്ന് പറഞ്ഞ ഉദ്ദേശത്തിൽ യു ഗ്രേറ്റർ ദാൻ 1.5 അല്ലേ. 3/2 എന്ന് പറഞ്ഞാൽ 1.5 ആണ്. 1 ഇവിടെ ഉണ്ട്, 2 ഇവിടെ ഉണ്ട്, 3 ഇവിടെ ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട് അല്ലേ. 1.5 ഇതാണ് 3/2. 3/2നേക്കാളും ഇങ്ങോട്ടുള്ള റീജിയൻ. മനസ്സിലായോ? അപ്പോൾ ഈ ഒരു റീജിയനിൽ നിന്ന് നമുക്കൊരു വേറെ ഇങ്ങോട്ടൊന്ന് വരച്ച് കാണിക്കാം. യുവിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 3/2 മുതൽ 3/2ൻ്റെ അപ്പുറത്തേക്കുള്ള റീജിയൻ. ഇതിൽ ഇങ്ങൊന്നുമില്ല. ഇത് മനസ്സിലായല്ലോ. 3/2ൻ്റെ അപ്പുറത്തേക്കുള്ള റീജിയൻ ഒന്ന് ഡാർക്കൻ ചെയ്ത് കാണിക്കട്ടോ. എന്തെങ്കിലും 3/2ൻ്റെ അപ്പുറത്തുള്ള റീജിയനെ ഒന്ന് ഡാർക്കൻ ചെയ്ത് കാണിക്കുക. ഇതാണ് അതിൻ്റെ റീജിയൻ. ദറ്റ് ഈസ് ദ റീജിയൻ യു ഗ്രേറ്റർ ദാൻ 1.5. ഓക്കെ, ഇതിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ 1.5. ഓക്കെ ആണോ? അപ്പോൾ ഇതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചതാണ്, എക്സാമിന് ചോദിച്ചതാണ്. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ ചെയ്തോളൂ. ഡിസ്കസ് അല്ല, ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദ ട്രാൻസ്ഫോർമേഷൻ മോഡ് ഇസഡ് -1/2 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/2 ചോദിച്ചിട്ടുണ്ട്. ചെയ്തോളൂ ഇവിടെ അണ്ടർ ദ ട്രാൻസ്ഫോർമേഷൻ. പിന്നീട് ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ അതോടുകൂടി നമ്മുടെ മോഡ്യൂൾ 1 അല്ല, വേണമെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്യാം. ഇൻട്രസ്റ്റ് ആയിട്ടപ്പോൾ നമ്മൾ അറിയാത്ത സാധനങ്ങളൊക്കെ പഠിച്ചെടുക്കുമ്പോൾ ഒരു ഇൻട്രസ്റ്റ് വരില്ലേ. ഓക്കെ, തുടങ്ങാം. ഫസ്റ്റ് ഇതാണ് ഫൈൻഡ് ദ ഇമേജ് ഓഫ് ദി സർക്കിൾ. ഇത് പറഞ്ഞ ഓക്കെ അല്ലേ? കുഴപ്പമില്ലല്ലോ. ഇതുവരെ പറഞ്ഞ ഓക്കെ. സ്പീഡ് കൂടിയോ? സ്പീഡ് കൂടിയിട്ടൊന്നുമില്ലല്ലോ. ഓക്കെ, അപ്പോൾ എഴുതാ ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദി സർക്കിൾ. ഫൈൻഡ് ദി ഇമേജ് ഓഫ് ദി സർക്കിൾ. സോറി, ഇമേജ് ഓഫ് ദി സെമി സർക്കിൾ ആണ്. ഇമേജ് ഓഫ് ദി സെമി സർക്കിൾ y ഈക്വൽ ടു +√4 - x². y ഈക്വൽ ടു പ്ലസ് ഉണ്ട്, അതായത് പ്ലസ് ഓർ മൈനസിലെ പ്ലസ് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. +√4 - x². Under the transformation w equal to z². Under the transformation w equal to z². എനിക്കറിയുന്നില്ല ഇതിൻ്റെ എങ്ങനെ ചെയ്യാമെന്നൊന്നും അറിയില്ല. ഞാൻ പറഞ്ഞല്ലോ, അത്ര വലിയ പുലിയൊന്നുമല്ല. എങ്ങനെ ചെയ്യാമെന്ന് അറിയില്ല. ഇതിപ്പോൾ അറിയാത്തൊരു ക്വസ്റ്റ്യൻ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ ചെയ്യുന്ന രീതി എന്തെന്നറിയോ? നമുക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ അതിൽ അപ്ലൈ ചെയ്ത് നോക്കുക. മനസ്സിലായോ? നമുക്ക് എന്താ അറിയാം അറിയുന്ന കാര്യങ്ങളൊക്കെ ആ ആൻസറിലിട്ട് പഠിക്കുകയാണ്. എന്നിട്ട് അതിനടുത്ത് അങ്ങനെ ഇടുക, അതിനടുത്ത് ഇങ്ങനെ ഇടുക, അതിനടുത്ത് അങ്ങനെ ഇടുക, അങ്ങനെ ഫുള്ളൊരു അവിയിൽ പരിവാക്കിച്ചു കൊടുക്കുക. അതാണ് നിങ്ങൾ ചെയ്യേണ്ടത്. ക്വസ്റ്റ്യനിൽ മാപ്പിങ്ങിൽ അറിയാത്ത ഏത് ക്വസ്റ്റ്യൻ ചോദിച്ചാലും എന്താ നമുക്കറിയുന്നത് z = x + iy എന്ന് കൊടുക്കാനും w-ന് u + iv എന്ന് കൊടുക്കാനാണ്. അത് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. 2-3 സ്റ്റെപ്പ് എഴുതി വെച്ച് കഴിഞ്ഞാൽ 5 മാർക്കിൻ്റെ 8 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ആണെങ്കിൽ ഒരു 2-3 മാർക്ക് കിട്ടും. നമുക്കത് മതി, കൂടുതൽ അഹങ്കരിക്കണ്ട. ഓക്കെ, അപ്പോൾ നമ്മളത് സ്റ്റാർട്ട് ചെയ്യാണ്. അപ്പോൾ w ഈക്വൽ ടു z² ആണ്. അതിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? പുട്ട് z ഈക്വൽ ടു x + iy എന്നും w ഈക്വൽ ടു u + iv എന്ന് ഇട്ട് കൊടുക്കുക. നമുക്കറിയാത്തൊരു മാപ്പിംഗ് ആണ്, ഞാനിതുവരെ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ നമ്മൾ എന്ത് കൊടുക്കുന്നു? w ഈക്വൽ ടു u + iv എന്ന് കൊടുക്കുന്നു. ഓക്കെ, ഇസഡിന് വാല്യൂ കൊടുക്കുമ്പോൾ x + iy² എന്ന് കൊടുത്തു. ഇവിടെ a + b² എക്സ്പാൻഡ് ചെയ്ത് നോക്കാം. നമുക്കറിയാം a² എന്ന് പറഞ്ഞാൽ x² + 2ab 2 × x × iy. ഓക്കെ, പ്ലസ് b² എന്ന് പറഞ്ഞാൽ i² y². അതായത് നമുക്ക് കിട്ടി x² + 2xiy - y². i²ൻ്റെ വാല്യൂ എത്രയാണ്? i²ൻ്റെ വാല്യൂ എത്രയാണ്? -1 ആണ്. -y². അതിൻ്റെ റിയൽ പാർട്ട് എന്ന് എഴുതുമ്പോൾ x² - y² ആദ്യം എഴുതി, പ്ലസ് i × 2xy എഴുതി, u + iv. നമുക്ക് എവിടെയാണ് എത്തിച്ചേരുന്നത് പിടുത്തില്ല. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇപ്പോൾ ഇതാണ്. x² - y² = u. u എന്ന് പറഞ്ഞാൽ x² - y² ആണ്. v എന്ന് പറഞ്ഞാൽ 2xy = v ആണ്. രണ്ട് ഇക്വേഷനാണ് ഇപ്പോൾ കിട്ടിയത് നമുക്ക്. u എന്ന് വിളിക്കുന്നത് x² - y² ആണ്. 2xy = v ആണ്.
ഇനി അത് നമ്മുടെ ഇക്വേഷനായിട്ട് കണക്ട് ചെയ്യാൻ വല്ല നിവൃത്തി ഉണ്ടോ എന്ന് നോക്കുകയാണ്. നമ്മുടെ ഇക്വേഷനെ പിടിച്ച് ആ ഇക്വേഷൻ്റെ ഉള്ളിൽ നിന്ന് ശ്രദ്ധിക്കുക, ആ ഇക്വേഷൻ്റെ ഉള്ളിനെ എക്സിനെയും വൈനെയും കളഞ്ഞ് എക്സിനെയും വൈനെയും മാറ്റിയിട്ട് അവിടെ യുവിനെയും വിയിലും കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. എക്സിനെയും വൈനെയും കളഞ്ഞ് യുവിനെയും വിയിലും കൊണ്ടുവരുന്നതാണ് നമ്മുടെ ഡ്യൂട്ടി. അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എനിക്കറിയുന്നില്ല, ഇതുവരെ എഴുതി നോക്കല്ലേ. അപ്പോൾ കൺസിഡർ ചെയ്യാണ് തന്നിരിക്കുന്ന ഇക്വേഷൻ നിർത്തരുതാണ്. ഇത് നമുക്ക് കിട്ടിയത് അത്രയാണ്. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ നമുക്ക് വഴിയുണ്ടെന്ന് നോക്കാം. ഓക്കെ, വേണമെങ്കിൽ വീനെ വൈക്ക് v/2x എന്ന് കൊടുത്ത് അതിലിട്ട് കൊടുക്കാം അല്ലേ. ഒരു ഐഡിയ ഉണ്ട്, നോക്കണ്ട. വൈക്ക് ഉണ്ടല്ലോ, ഇതിൽ നിന്ന് y = v/2x എന്ന് പറഞ്ഞൂടെ. y = v/2x എന്ന് പറഞ്ഞൂടെ, പറയല്ലേ. ആ v/2x ഇവിടെ ഇട്ട് കൊടുത്താൽ എന്താ ഉണ്ടാവുക? x² - y² = u ആണ് അല്ലേ. അതിൽ x² - yക്ക് വാല്യൂ കൊടുക്കുകയാണ് v/2x² = u. ഓക്കെ ആണോ? അപ്പോൾ നമുക്കിപ്പോൾ കിട്ടി x² - v²/4x² = u. ഇത് വലിയ കാര്യമില്ല, ഇതൊരു വലിയ കാര്യമൊന്നുമില്ല കേട്ടോ. കത്താടെ വെക്കട്ടെ, വെയിറ്റ് ചെയ്യാം. അറിയില്ല, ഞാൻ പറഞ്ഞല്ലോ ഇതെനിക്ക് എത്ര ഉണ്ട്, ഞാൻ വലിയ ഇതല്ല. അതുകൊണ്ട് ഇവിടെ നിന്ന് തുടങ്ങുന്നു. y = √4 - x² ആണ്. രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്തു. അപ്പോൾ y² = എന്തെഴുതാം? y² = 4 - x² എന്ന് എഴുതി കൂടെ. y² = 4 - x² എന്ന് എഴുതാം അല്ലേ. അതിൻ്റെ ഉള്ളിൽ നിന്ന് y² = നമുക്ക് എങ്ങനെ എഴുതാം? ഇതിനെ കണക്ട് ചെയ്തേ. ഇതിനെ നമുക്ക് x² = u² + y² എന്ന് എഴുതി കൂടെ. x² = u² + y² എന്ന് എഴുതി കൂടെ അല്ലേ. അതോടെ കൊടുക്കുമ്പോൾ എന്താ വരിക? y² = 4 - u² + y² എന്ന് എഴുതും. y² = 4 - u - y². y² കൊണ്ട് കൊണ്ടുപോവാം. ഈ y² കൊണ്ട് വരുമ്പോൾ y² + y² = 4 - u. ഇതുവരെ ഓക്കെ ആണോ? അപ്പോൾ നമുക്ക് 2y² = 4 - u എന്ന ഒരു ഇക്വേഷൻ കിട്ടി. ഇനി എന്ത് ചെയ്യാന്നുള്ളത് ദൈവത്തിന് അറിയട്ടോ. ഓക്കെ, ബാക്കി എനിക്ക് കിട്ടുന്നില്ല. നമുക്ക് തൽക്കാലം അവിടെ സ്റ്റോപ്പ് ചെയ്യുന്നുണ്ടോ. വേറെ എന്തെങ്കിലും ഞാൻ നോക്കി നോക്കിയിട്ട് ടെസ്റ്റ് എന്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നമ്മൾ പറഞ്ഞുതരാം. വേറെ എവിടെയെങ്കിലും റെഫർ ചെയ്തിട്ട് കിട്ടുകയാണെങ്കിൽ പറഞ്ഞുതരാം. അല്ലെങ്കിൽ അവിടെ നിർത്തും. u = x² - y² എന്നുള്ള അതിലെന്തേ കിട്ടുമോ? u = x² - y². y² അല്ലേ ഇവിടെ ഉള്ളത്. അപ്പോൾ വീണ്ടും ഇതിലേക്ക് എത്തും. നമ്മൾ അവിടുന്ന് അങ്ങനെ കൊടുക്കും. നമ്മൾ ആ സ്റ്റെപ്പിൽ നിന്നല്ല വന്നത്. അപ്പോൾ തിരിച്ച് പഴയ സ്റ്റെപ്പിലേക്ക് കയറിപ്പോ. അത് കുഴപ്പമില്ല, ഞാൻ നോക്കി വരാം. എവിടെയും കിട്ടുകയാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം. തൽക്കാലം ഇതിൻ്റെ ആൻസർ കേട്ടോ. ക്ലിയർ? അപ്പം നമ്മൾ മാപ്പിംഗ് അങ്ങനെ ചെയ്യുക. എന്ത് വന്നാലും ഒരു അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കുക. കേട്ടല്ലോ? അതപ്പോൾ നടക്കുള്ളൂ. ഞാൻ പറഞ്ഞില്ല, എല്ലാ ആൻസറും എനിക്ക് അത്ര എൻ്റെ പ്രീസ് അല്ല. അത് ഞാൻ തുടക്കത്തിലേ പറഞ്ഞേ. ഇതിൽ അത്ര എൻ്റെ ഞാൻ എക്സ്പേർട്ട് അല്ല എന്നുള്ള കാര്യം. ക്ലിയർ? അപ്പോൾ നമ്മൾ മാപ്പിങ്ങിൻ്റെ കേസ് അങ്ങനെ ചെയ്യട്ടോ. അപ്പോൾ ഇത് എപ്പോഴെങ്കിലുമൊക്കെ ചില ക്വസ്റ്റ്യൻ പേപ്പറിൽ അങ്ങനെ ചോദിച്ചിട്ടുള്ളൂ. അല്ലെങ്കിൽ എല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ഇപ്പോൾ ഈ ഒരു കൊറോണ സിറ്റുവേഷനിൽ എന്താ പറയുക, ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് S4 ചോദിച്ചു. ഓക്കെ, പറഞ്ഞോ. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടിയിട്ടോ. 1 മിനിറ്റ്. അത് എന്തായാലും വെറുതെ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെട്ടു. അതിൻ്റെ ആൻസർ കിട്ടി. നമുക്കിപ്പോൾ ചെയ്തത് ഇങ്ങനെയായിരുന്നു. y = നമ്മൾ ചെയ്തത് എത്തിയിട്ടൊന്നുമില്ല. y = √4 - x² എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മൾ അണ്ടർ ദി ട്രാൻസ്ഫോർമേഷൻ w = z² ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ കണ്ടുപിടിച്ചപ്പോൾ നമുക്ക് u = x² - y² എന്നും v = 2xy എന്ന് കിട്ടി അല്ലേ. ഓക്കെ, u = x² - y² എന്നും v = 2xy എന്ന് കിട്ടി. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ ഇക്വേഷനിൽ ഇത് രണ്ട് സൈഡിൽ സ്ക്വയർ ചെയ്തപ്പോൾ എന്താ കിട്ടി? നമുക്ക് y² = 4 - x² എന്ന് കിട്ടി. അതിനെ കൊണ്ട് ചാടിക്കുമ്പോൾ x² + y² = 4 എന്ന് കിട്ടി കേട്ടോ. അപ്പോൾ ഇതാണ് ഗിവൺ ആയിട്ടുള്ളത്. അതവിടെ നിൽക്കട്ടെ. x² + y² = 4 എന്ന് കിട്ടി. ക്ലിയർ?
എല്ലാവരും ഉണ്ടല്ലോ, കുഴപ്പമൊന്നുമില്ല, കേൾക്കുന്നില്ലേ? ഓക്കെ, ഇവിടെ ചെയ്യുന്നത് ഒരൊറ്റ സ്റ്റെപ്പാണ്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ പഠിച്ചോളൂ. ഇത് ചെയ്യുന്നത് യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ എന്നൊരു കണ്ടീഷനാണ്. എന്താ ചെയ്യുന്നത്? യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ചെയ്തേക്കണം. അപ്പൊ എന്ത് ചെയ്യുന്നു? യു സ്ക്വയർ ആണ് ഇതിന്റെ സ്ക്വയർ അല്ലേ. നമ്മൾ ഇതുവരെ എഴുതിയ സ്റ്റെപ്പ് കഴിഞ്ഞ ശേഷമാണ്, ഇതുവരെ എഴുതിയ സ്റ്റെപ്പിന് ശേഷം ഇങ്ങനെ ഒരു സ്റ്റെപ്പ് ചെയ്യുന്നു. എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയർ, യു സ്ക്വയർ എഴുതി, പ്ലസ് വി സ്ക്വയർ എന്നാൽ 2xy ദി ഹോൾ സ്ക്വയർ. അപ്പോൾ ഒന്ന് ചെയ്യണേ, എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറിന്റെ സ്ക്വയർ ചെയ്യണേ. അപ്പൊ എ മൈനസ് ബി ഹോൾ സ്ക്വയർ ചെയ്യുമ്പോൾ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയർ അല്ലേ. അപ്പോൾ ഇവിടെ എഴുതാണ് ഞാൻ എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എക്സ് സ്ക്വയറിന്റെ സ്ക്വയർ എക്സ് റേസ് ടു 4 മൈനസ് 2ab ആണ്, മൈനസ് 2x സ്ക്വയർ വൈ സ്ക്വയർ പ്ലസ് ബി സ്ക്വയർ വൈ റേസ് ടു 4 എന്ന് കിട്ടി, പ്ലസ് ഇതിന്റെ സ്ക്വയർ 4x സ്ക്വയർ വൈ സ്ക്വയർ. അതായത് എക്സ് റേസ് ടു 4 മൈനസ് 2x സ്ക്വയർ വൈ സ്ക്വയറും പ്ലസ് 4x സ്ക്വയർ വൈ സ്ക്വയറും കൂട്ടുമ്പോൾ പ്ലസ് 2x സ്ക്വയർ വൈ സ്ക്വയർ എന്ന് കിട്ടി, പ്ലസ് വൈ റേസ് ടു 4. ഇപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു ആൻസർ കിട്ടി. ഇതിപ്പോ എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷനാണ്. ഇത് എന്തിന്റെ എക്സ്പാൻഷനാണ്? എ പ്ലസ് ബി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷനാണ്. അതായത് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ദി ഹോൾ സ്ക്വയറിന്റെ എക്സ്പാൻഷനാണ് ഈ കിടക്കുന്നത്. എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയർ കേട്ടോ, ഈക്വൽ ടു നമുക്ക് ക്വസ്റ്റ്യനിലായിട്ട് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുണ്ട് ഇമേജ് കാണാണ്ട് എന്താണ്, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ ഈക്വൽ ടു എത്രയാണ്? 4 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ അതവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, 4 സ്ക്വയർ അതായത് 16. അപ്പോൾ നമുക്ക് കിട്ടിയത് ഇതാണ്. ഇതിൽ നിന്ന് നമുക്ക് തുടങ്ങിയിട്ട് നമുക്ക് കിട്ടിയത് എന്താണ്? യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ ടു 16 എന്ന് കിട്ടി. ഇതെന്താണ്? ഇതാണ് ആൻസർ, ഇതാണ് ഇമേജ് കേട്ടോ. യു സ്ക്വയർ പ്ലസ് വി സ്ക്വയർ ഈക്വൽ 16. അതായത് ദിസ് ഈസ് എ സർക്കിൾ, ദിസ് ഈസ് എ സർക്കിൾ ഇൻ ഡബ്ല്യു പ്ലെയിൻ. ഡബ്ല്യു പ്ലെയിനിന്റെ സർക്കിൾ ആണ് വിത്ത് റേഡിയസ് ഈക്വൽ ടു 16 വന്നത്, റേഡിയസ് ഈക്വൽ ടു 4 റേഡിയസ് വേണമെങ്കിൽ വരയ്ക്കാം. യുവും വിയും ആക്സിസ് വരയ്ക്കാം. യു വി എന്നുള്ള ആക്സിസ്, ആ ആക്സിസിന്റെ സർക്കിളാണ്. റേഡിയസ് എത്രയാണ്? 4 റേഡിയസ് വരുന്ന ഒരു സർക്കിൾ ആണ് കേട്ടോ. അപ്പൊ ഇതാണ് അതിന്റെ ആൻസർ. എക്സാമിന് ചോദിച്ചുകൊണ്ട് ഒന്ന് എഴുതി പഠിച്ചോളൂ കേട്ടോ. ഇതെങ്ങനെ ചിന്തിച്ചെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് നമുക്ക് ചിന്തിക്കാൻ തോന്നില്ല. ഈ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ആൻസർ ചെയ്യാം, അത്രയും പറയാൻ പറ്റുള്ളൂ. അല്ലാത്തതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ ഐഡിയ നോക്കുക. എങ്ങനെയെങ്കിലും തന്നിരിക്കുന്ന എക്സും വൈയുടെ ഉള്ളിൽ നിന്ന് എക്സും വൈനും കളഞ്ഞ് അവിടെ യുവും വിയും വരുത്തുക, അതാണ് ചെയ്യേണ്ടത്. ഫൈൻഡ് ദി ഇമേജ് ഓഫ് എന്ന് ചോദിക്കുമ്പോൾ എന്താണ്? എക്സും വൈയുടെ ടേം മാറി, അല്ലെങ്കിൽ ഇസഡിന്റെ ടേം മാറിയിട്ട് അവിടേക്ക് യുവിനെയും വിനെയും കാണുന്നതാണ് ഇമേജ് ഓഫ് ദി ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത്. ഇപ്പൊ ഏതൊരു ക്വസ്റ്റ്യൻ ചോദിച്ചാലും ഫൈൻഡ് ദി ഇമേജ് എന്ന് ചോദിച്ചാൽ അവരെന്താണോ അണ്ടർ ദി ട്രാൻസ്ഫോർമേഷൻ പറയുന്നത് അത് യൂസ് ചെയ്തുകൊണ്ട് തന്നിരിക്കുന്ന എക്സ് വൈനെ മാറ്റി യു വിയിലോട്ട് മാറ്റുക. തന്നത് ഇസഡിന്റെ ടേമിലാണെങ്കിലോ ആ ഇസഡിനെ മാറ്റിയിട്ട് യു വിയിലോട്ട് മാറ്റുക. അതാണ് ഇമേജ് ഓഫ് ദി ട്രാൻസ്ഫോർമേഷൻ. ഓക്കെ എന്ന് വിചാരിക്കുന്നു.